أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم وممن حولكم من الأعراب منافقون ومن أهل المدينة مرضوا على النفاق لا تعلمهم نحن نعلمهم سنعذبهم مرتين ثم يردون إلى عذاب عظيم റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പുലർത്തി പാലിച്ച് ജീവിക്കണമെന്ന് നമ്മെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ജീവിതത്തിന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ ആവശ്യമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കലാം വിശുദ്ധ ഖുർആൻ നമുക്ക് ലഭ്യമായി എന്നത്. അതോടൊപ്പമുള്ള വലിയ അനുഗ്രഹമാണ് ആ വിശുദ്ധ ഖുർആൻ എങ്ങനെ പ്രാവർത്തികമാക്കണം എന്ന് കൃത്യവും വ്യക്തവുമായി നമുക്ക് മനസ്സിലാക്കാൻ പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയായ മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് റബ്ബ് നൽകി നമ്മിലേക്ക് അയച്ചു എന്നത്. വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയുമാകുന്ന ഈ രണ്ട് അടിസ്ഥാന പ്രമാണങ്ങൾ, ഇത് രണ്ടിൽ നിന്നും അണുകിട വ്യതിചലിച്ചാൽ നമ്മൾ പിഴച്ചു പോകും. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, രണ്ട് കാര്യങ്ങൾ നാം നിങ്ങളിലേക്ക് വിട്ടേച്ചു പോകുന്നു. ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത റസൂലിഹി. ആ രണ്ട് കാര്യങ്ങളും നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴിപിഴച്ചു പോവില്ല. അത് മുറുകെ പിടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ വഴിപിഴച്ചു പോകും എന്നർത്ഥം. അതിൽ ജീവിതത്തിന്റെ പ്രായോഗിക രംഗങ്ങൾ എല്ലാം നമുക്ക് വിശദീകരിച്ചു തന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്ന ചര്യ വഹയാണ്. ഖുർആനും വഹയാണ്, ഹദീസും വഹയാണ്. ചിലരെങ്കിലും ഹദീസ് വഹിയോ ഖാല റസൂലുള്ളാഹി എന്നാണല്ലോ പറയുന്നത്. റസൂലുള്ളാഹി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് വഹിയാകുമോ? അത് ഇസ്ലാമിക കുറിച്ചുള്ള പ്രാഥമികമായ വിജ്ഞാനം കരഗതമാക്കാത്തതിന്റെ കുഴപ്പമാണ്. ഹദീസ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള വഹയിന്റെ അടിസ്ഥാനത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന, പ്രവർത്തിക്കുന്ന, മൗനാനുവാദം നൽകുന്ന കാര്യങ്ങൾ അതെല്ലാം ഹദീസിൽ പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വന്തം അഭിപ്രായ പ്രകാരം ദീനിലെ ഒരു കാര്യവും പറയാൻ അധികാരമില്ല. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യൻ യൂഹാ. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നജ്മ് 53-ാം അധ്യായത്തിലെ 3-4 ആയത്തുകളിൽ പറയുന്നു,
നിങ്ങളുടെ സഹോദരൻ തന്നിഷ്ടപ്രകാരം സംസാരിക്കുന്നവനല്ല. ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹാ, വഹയിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഖുർആനും ഹദീസും രണ്ടും വഹിയാണ്. പഠിപ്പിക്കാൻ ഇബ്ലീസ് പറയും, ഹദീസ് അങ്ങനെ അങ്ങ് സ്വീകരിക്കാൻ പറ്റില്ല. ഹദീസ് 100% സ്വീകരിക്കാൻ പറ്റും. കാരണം ഹദീസുമായി ബന്ധപ്പെട്ട എല്ലാ അബദ്ധങ്ങളും പിടിക്കപ്പെട്ടു കഴിഞ്ഞു. ലൈഫായ ഒരൊറ്റ ഹദീസും ലൈഫാണെന്ന് മനസ്സിലാകാതെ ഈ ഭൂലോകത്തില്ല. അതെല്ലാം കൃത്യമായി രേഖപ്പെട്ടു കഴിഞ്ഞു. ഏതെല്ലാം സ്വഹീഹാണ്. മാത്രമല്ല, ഞാനും നിങ്ങളും ഗവേഷണം നടത്തി പോകേണ്ടതില്ല. ജുമാ കഴിഞ്ഞ് കുറുവ പള്ളിക്ക് പുറത്തിരുന്നപ്പോ ഒരാൾ ഒരു ലൈഫായ ഹദീസ് പറഞ്ഞ് നമ്മളെ പറ്റിക്കാൻ ശ്രമിച്ചു എന്ന് കരുതുക. എങ്കിൽ ആ ഹദീസിൽ ഒരൊറ്റ പദം എടുത്ത് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ റിസൾട്ട് വരും. ഈ പദം ഇന്നുന്ന ഹദീസുകളിലുണ്ട്, അതിൽ ഇന്നുന്ന ഹദീസ് സ്വഹീഹാണ്, അതിന് കാരണം ഇന്നതാണ്, അത് ഇന്ന പരമ്പരയിലൂടെ റസൂലിലേക്ക് എത്തും. ഈ ഹദീസ് ലൈഫാണ്, അതിന് ഇന്നതാണ് കാരണം. ക്ലിയർ? ഒരൊറ്റ ഹദീസ്. അതുകൊണ്ട് ആരെങ്കിലും ഖുർആൻ പോരെ, ഖുർആൻ മാത്രം പോരെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദുനിയാവ് മാത്രം മതി എന്നാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ. നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, അല്ലാഹുവിന്റെ പ്രവാചകനെയും അനുസരിക്കണം. ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. നിങ്ങൾക്കിടയിൽ വല്ല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ഖുർആൻ പറയുന്നു നിങ്ങൾ അല്ലാഹുവിലേക്ക് മടക്കണം. ആയത്ത് തീർന്നില്ല, വർ റസൂൽ, റസൂലിലേക്ക് മടക്കണം. അപ്പോൾ വിശുദ്ധ ഖുർആനിന്റെ പ്രായോഗിക രൂപം ഖുർആനിൽ വസ്ജുദൂ എന്നുണ്ട്. നിങ്ങൾ സുജൂദ് ചെയ്യണം. വർകഉ, നിങ്ങൾ റുകൂ ചെയ്യണം. റുകൂവിന്റെ രൂപം എവിടുന്ന് കിട്ടും? സുജൂദിന്റെ രൂപം എവിടുന്ന് കിട്ടും? ഒരാൾ പറഞ്ഞു സുജൂദ് ഇങ്ങനെയാണ്, വേറെ ആൾ പറഞ്ഞു സുജൂദ് ഇങ്ങനെ. നമ്മൾ ഏത് സ്വീകരിക്കും? അവിടെയാണ് വസ്ജുദൂ എന്ന് ഏതൊരു തിരുനാവിലൂടെ ഓതിയോ ആ റസൂലുള്ള സുജൂദിന്റെ രൂപം കാണിച്ചു തന്നു. അതാണ് സുജൂദ്. ഹദീസില്ലെങ്കിൽ വർകഉ, ഒരാൾ വലത്തോട്ട് തിരിഞ്ഞാൽ അത് ഭാഷയിൽ റുകൂ ആണ്, ഇടത്തോട്ട് തിരിഞ്ഞാൽ ഭാഷയിൽ റുകൂ ആണ്, പിന്നോട്ട് തിരിഞ്ഞാലും അതും ഭാഷയിൽ റുകൂ ആണ്. പക്ഷെ മുന്നോട്ടാണ് കുനിയേണ്ടത്. കൈ എവിടെ വെക്കണം? മുട്ടിൽ വെക്കണം, വടിവത്ത രൂപത്തിൽ നിൽക്കണം. ആര് പഠിപ്പിച്ചു? വർകഉ എന്ന ആ ആയത്ത് നമ്മളെ പഠിപ്പിച്ച നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അത് കാണിച്ചു തന്നു. ഖുർആനിൽ എവിടെയും മയ്യത്ത് നമസ്കാരമില്ല, അതിന്റെ രൂപമില്ല. അതുകൊണ്ട് മയ്യത്ത് നമസ്കാരം ഇല്ലെന്നാണോ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന വാദമാണ് ഹദീസ് വേണ്ട എന്ന വാദം, ഹദീസിനെ നിസ്സാരവൽക്കരിക്കുന്ന വാദം. നമുക്ക് ആദ്യം വലിയ അഹങ്കാരമായും വലിയ ബുദ്ധിയായും തോന്നും. ബുദ്ധിയില്ലായ്മയിലേക്കാണ് അത് അവസാനം എത്തിച്ചേരുക. കേരളത്തിൽ ഖുർആൻ മാത്രം മതി എന്ന് ആരൊക്കെ പറഞ്ഞു അവരെല്ലാവരും അവസാനം ദീനിൽ നിന്ന് തെറ്റുന്ന ജീവിച്ചിരിക്കുന്ന എത്രയോ ഉദാഹരണങ്ങൾ ഇന്നും നമുക്ക് കാണാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം ഈമാനിന്റെ ഭാഗമാണ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. അല്ലാഹു പറയാണ്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, മുഹമ്മദ് നബിയെ പറയുക, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം. വല്ലാത്തൊരു ബന്ധമാണത്. റബ്ബിന്റെ സ്നേഹം, റബ്ബിന്റെ പരിഗണന നിങ്ങൾക്ക് കിട്ടണോ? നിങ്ങൾ അവരോട് പറ നിന്നെ പിൻപറ്റാൻ. ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം, റസൂലുള്ളാഹിയെ പിൻപറ്റണം. യുഹിബ്ബുകുമുല്ലാഹ്, എങ്കിൽ അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. പിന്നീട് പറയും നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരും. അപ്പോൾ നമ്മുടെ പാപങ്ങൾ നമുക്ക് പുറത്തു കിട്ടാൻ, അല്ലാഹുവിന്റെ ഇഷ്ടം നമുക്ക് കിട്ടാനുള്ള മാർഗം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യുക, അനുധാവനം ചെയ്യുക, അനുസരിക്കുക എന്നതാണ്. അതാകട്ടെ ശ്വാസോച്ഛ്വാസം പോലെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക, റസൂലുള്ളാഹിയെ ആദരിക്കുക, റസൂലുള്ളാഹിയെ പിൻപറ്റുക എന്ന് പറയുന്നത്. ഒരാൾ രാവിലെ ഉറക്കമുണർന്ന ഉടൻ അവിടെയുണ്ട്, ആ കണ്ണ് തുറന്ന ഉടൻ അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ, പ്രാർത്ഥന അവിടുന്ന് തുടങ്ങി. എഴുന്നേറ്റ ഉടനെ ചെയ്യേണ്ട കാര്യം മുഖം കഴുകണം, കൈകൾ കഴുകണം, മൂക്കിൽ വെള്ളം കെട്ടിച്ചയറ്റണം. അങ്ങനെ ഓരോന്നെടുത്തു നോക്കിയാൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന,
വീട്ടിലേക്ക് കയറുമ്പോഴുള്ള പ്രാർത്ഥന, അഹ്ലുകാർക്ക് സലാം പറയൽ, പിന്നീട് വാഹനത്തിലേക്ക് കയറുമ്പോൾ, പിന്നീട് അങ്ങാടിയിലെത്തിയാൽ അവിടെ പ്രാർത്ഥനയുണ്ട്. ഒരാളെ കാണുമ്പോൾ, ആരാണെങ്കിലും ഏത് മതക്കാരനാണെങ്കിലും നമ്മളെ കാണുമ്പോൾ ഒരു പുഞ്ചിരി, ഹൃദയത്തിന്റെ ഉള്ളിലുള്ള സ്നേഹം, ഒരു പുഞ്ചിരി, അത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് സ്വതക്കയാണ് എന്ന് പറഞ്ഞു. വഴിയിൽ ഒരു ഉപദ്രവം കിടക്കുന്നു, പെട്ടെന്ന് മാറ്റണം, ഈമാനിന്റെ ഭാഗമാണ്. ഇങ്ങനെ തുപ്പണം, ഇടതുഭാഗത്തേക്ക് തുപ്പണം. ആളുകൾ രണ്ടാൾ സംസാരിക്കുമ്പോൾ ഇടക്ക് കൂടി പോകരുത്. രണ്ടാളിരിക്കുന്ന സീറ്റിൽ രണ്ടുപേരുടെയും പെർമിഷൻ ഇല്ലാതെ മൂന്നാമതൊരാൾ ഇരിക്കരുത്. നമ്മുടെ പരിചയക്കാരനുണ്ട്, അപ്പൊ ഭൂരിപക്ഷം നമ്മളായല്ലോ, ടിക്കറ്റ് മറ്റേ ആൾ അടുക്കാക്കാൻ പാടില്ല. അയാളോട് ചോദിക്കണം, ഒന്ന് ഇരുന്നോട്ടെ. നോക്കൂ, ജീവിതത്തിന്റെ എല്ലാ ഓരോ രംഗങ്ങളിലും മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം നമ്മുടെ ജീവിതത്തിലുണ്ട്. മാത്രമല്ല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം അത് തിങ്കളാഴ്ചയാണ്. എല്ലാ തിങ്കളാഴ്ചയും സുന്നത്ത് നോമ്പ് നിശ്ചയിക്കാനുള്ള കാരണങ്ങൾ, അതിൽ പ്രധാനപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ജനിച്ചു എന്നതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് എന്നത് വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും നമുക്ക് വിശദീകരിച്ചു തന്ന ആദിമ തലമുറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ. വിശുദ്ധ ഖുർആൻ റളിയല്ലാഹു അൻഹു വറദുവൻ, അല്ലാഹു അവരെയും അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടു എന്ന് പഠിപ്പിച്ചവരാണ് സ്വഹാബാക്കൾ. സ്വഹാബാക്കളും മനുഷ്യരാണ്, നമ്മളും മനുഷ്യരാണ്. അവരും ചിന്തിച്ചു, നമ്മളും ചിന്തിച്ചു. അവർക്കെന്താ പ്രത്യേകത എന്ന് ചിലർ ചോദിക്കാറുണ്ട്. അവർ ഖുർആൻ ഒരു പ്രാവശ്യമെങ്കിലും അർത്ഥം മനസ്സിലാക്കാത്തവരാണ്, അവർ ഹദീസ് പഠിക്കാത്തവരാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാണ് സൂറത്തുൽ തൗബയിലെ 100-ാമത്തെ ആയത്തിൽ, റളിയല്ലാഹു അൻഹും വറദു അൻ, അല്ലാഹു അവരെയും അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടു. ലോകത്തുള്ള മറ്റു മനുഷ്യന്മാരെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല. സ്വഹാബാക്കളുടെ മാർഗം, ആ മാർഗം പിൻപറ്റാൻ വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം 115-ാമത്തെ ആയത്തിൽ പഠിപ്പിച്ചു. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. റസൂലുള്ളാഹിയോട് എതിര് പ്രവർത്തിക്കുകയും തീർന്നില്ല. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين, സത്യവിശ്വാസികളുടേതല്ലാത്ത മാർഗത്തെ പിൻപറ്റുകയും ചെയ്താൽ അവർ തിരിഞ്ഞെടുത്ത് അവരെ നാം തിരിച്ചു കളയും, അവരെ നാം നരകത്തിലിട്ട് കരിച്ചു കളയും. അപ്പോൾ സ്വർഗത്തിൽ പോകാൻ നരകരക്ഷയുടെ മാർഗം റസൂലുള്ളാഹിയെ പിൻപറ്റുക, സത്യവിശ്വാസികളുടെ മാർഗം പിൻപറ്റുക. സഹോദരീ സഹോദരന്മാരെ, ഖുർആൻ ഇറങ്ങുമ്പോഴുള്ള സത്യവിശ്വാസികൾ ആരാ? സത്യവിശ്വാസികളുടെ മാർഗം പിൻപറ്റണമെന്ന് ഖുർആൻ പറയുന്നു. ഖുർആൻ ഇറങ്ങുമ്പോഴുള്ള സത്യവിശ്വാസികൾ സ്വഹാബികളാണ്. അവരെ വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലായി പ്രശംസിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു, ലാ തസുബ്ബു അസ്ഹാബി, നിങ്ങൾ എന്റെ സ്വഹാബാക്കളെ ചീത്ത പറയരുത്. മാത്രമല്ല, സ്വഹാബാക്കൾ ചെലവഴിക്കുന്ന ഒരു മുത്ത് നിങ്ങൾ ചെലവഴിക്കുന്നത് ഉഹുദ് മലയോളമാണെങ്കിലും നിങ്ങൾ ചെലവഴിക്കുന്നതാണ്, അവർ ചെലവഴിച്ചതാണ് നിങ്ങളെക്കാളും ആത്മാർത്ഥതയുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു. ആ സ്വഹാബാക്കൾ അവരാണ് ദീൻ. എങ്ങനെ? അതാണ് അവരുടെ മാർഗം. ഒരായത്ത് കൊണ്ട് എന്തുദ്ദേശിക്കുന്നു, ഒരു ഹദീസ് കൊണ്ട് എന്തുദ്ദേശിക്കുന്നു, അത് ആര് പഠിപ്പിക്കണം? വിശുദ്ധ ഖുർആൻ നമുക്ക് എത്തിച്ചെന്ന റസൂലുള്ളാഹിയും ആ വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി ഓതിക്കൊടുത്ത പ്രൈമറി ഓഡിയൻസ് ആയ സ്വഹാബത്ത് പഠിപ്പിച്ചു തരണം. ഇല്ലെങ്കിൽ ഓരോരുത്തരും ചിന്തിക്കും. ഒരുത്തൻ പോയി മാധവൻ നായർ എന്ന് പറയുന്ന ഒരാളുടെ മയ്യത്ത് നമസ്കരിച്ചു കഴിഞ്ഞ ദിവസം. അയാൾ ഉദ്ധരിക്കുന്നത് ഖുർആനാണ്, ഹദീസാണ്. അയാൾ ഉദ്ധരിക്കുന്നത് ഖുർആനാണ്, ഹദീസാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ അതിനെ എതിർക്കാം? മാധവൻ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരന്റെ മയ്യത്ത് നമസ്കരിച്ച ഒരാളോട് നിങ്ങൾ ചെയ്തത് ശരിയല്ല എന്ന് എങ്ങനെ പറയും? അയാൾ ആയത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്, അയാൾ ഹദീസ് ഉദ്ധരിച്ച ചോദ്യം, ഈ ആയത്ത് ആദ്യം ഓതിയതാരാ? നിങ്ങൾ ഒരു അമുസ്ലിമിന്റെ മയ്യത്ത് നമസ്കരിക്കാൻ തെളിവാക്കി ഓതിയ ഈ ആയത്ത് ആദ്യമായി ഓതിയതാരാ? റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി മുസ്ലിങ്ങളല്ലാത്തവരുടെ മയ്യത്ത് നമസ്കരിച്ചോ? ഈ ആയത്ത് ആദ്യം കേട്ടതാരാ? പ്രൈമറി ഓഡിയൻസ് സ്വഹാബത്താണ്. അവർ മുസ്ലിങ്ങളല്ലാത്തവരുടെയും മയ്യത്ത് നമസ്കരിച്ചോ? ബസ് തീർന്നു, അവിടെ തോന്നുന്നു. അല്ലാതെ ഖുർആൻ ചിന്തിക്കാൻ പറഞ്ഞിട്ടില്ലേ? ഞാൻ സുബഹിസ്കരിച്ച് ചിന്തിച്ചപ്പോ എനിക്ക് പുതിയൊരു ആശയം കിട്ടി, ഓനൊരു സംഘടന ഉണ്ടാക്കി. അങ്ങനെയാണോ? അല്ല, അതിന്റെ ചിന്ത കഴിഞ്ഞു. ഖുർആനിനെ ധാരാളം ചിന്തിക്കാനുണ്ട്. ഖുർആൻ പറയുന്നു, അതെ, ഒട്ടകത്തെ പറ്റി, ആകാശത്തെ പറ്റി, ഭൂമിയെ പറ്റിയൊക്കെ ചിന്തിക്കണം. അത് ചിന്തിച്ചാൽ സ്വഹാബത്തിന് കിട്ടിയതിനേക്കാളും വിവരം നമുക്ക് കിട്ടും. എന്നാൽ ആയത്തിനെ കുറിച്ച് ചിന്തയില്ല.
ഖുർആനിൽ പറഞ്ഞ ഒരു ആയത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക, അത് റസൂലുള്ള പഠിപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ പ്രകൃതി ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് നമുക്ക് ഇനിയും ചിന്തിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മാസം റബീഉൽ അവ്വൽ മാസം, ഇന്നലെ മാസപ്പിറവി കണ്ടു. ആ റബീഉൽ അവ്വൽ മാസം നമ്മുടെ നാട്ടിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധിക്കാരം, അവിടുത്തെ സ്വഹാബത്തിനോടുള്ള ധിക്കാരം നമുക്ക് കാണാൻ പറ്റും. ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഷിയാക്കളിലെ കറാമിത്തുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം കൊണ്ടുവന്ന ഏർപ്പാടാണ് ബർത്ത്ഡേ ആഘോഷം എന്നത്. റസൂലുള്ളാഹിയുടെ ബർത്ത്ഡേ ആഘോഷിക്കുക. അപ്പൊ എങ്ങനെ എതിർക്കേണ്ട കാര്യം? ചെയ്യുന്നോര് ചെയ്തോട്ടെ, അതൊരു ചെയ്യണ്ടെങ്കിൽ എന്തിനാ കുഴപ്പമുണ്ടാക്കുന്നത്? എന്തിനാ ഇപ്പൊ കുഴപ്പമുണ്ടാക്കുന്നത്? ഒരു കുഴപ്പമില്ല. ദീനിൽ കുഴപ്പമുണ്ടാക്കരുത് നമ്മൾ പറയുന്നുള്ളൂ. ദീനിൽ കുഴപ്പമുണ്ടാക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിൽ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന, നരകത്തിൽ നമ്മൾ അകറ്റുന്ന ഒരു കാര്യവും പഠിപ്പിക്കാതെ പോയിട്ടില്ല. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന് ശേഷം 13 കൊല്ലം ജീവിച്ചിട്ട് ഇന്ന് റബീഉൽ അവ്വൽ 12 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാരക്കച്ചീൾ അധികമായി മദീന പള്ളിയിൽ ഇരുന്നവർക്ക് കൊടുത്തിരുന്നുവെങ്കിൽ നമുക്ക് നാട്ടിൽ മുഴുവൻ ബിരിയാണി വിളമ്പാമായിരുന്നു. ഉണ്ടായിട്ടില്ല. സ്വഹാബാക്കളിൽ ആരെങ്കിലും ഇല്ല. 4 പവിത്ര മാസങ്ങളില്ലേ? ആ പവിത്ര മാസങ്ങളുടെ ലിസ്റ്റിൽ മദ്രസയിൽ നമ്മൾ റബീഉൽ അവ്വൽ പഠിച്ചോ? ഇല്ല. ആ 4 മാസങ്ങൾ റബീഉൽ അവ്വൽ ഇല്ല. അപ്പോൾ ഇതാര് പഠിപ്പിച്ചു? മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് അത് റബീഉൽ അവ്വൽ 12 റിപ്പോർട്ടുണ്ട്. റസൂലുള്ളാഹി ജനിച്ചത് റബീഉൽ അവ്വൽ 8 പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ വഫാത്തിന്റെ വിഷയത്തിൽ ഏകദേശം റബീഉൽ അവ്വൽ 12 തന്നെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ ഷിയാക്കളിൽ നിന്ന് വന്ന, ആരാണ് ഷിയാക്കൾ? വളരെ ഷിഅത്തു അലി, അലിയുടെ കക്ഷി എന്നാണ് അവർ പേര് പറയുന്നത്. ആ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്ന ഫിൽ ജന്ന എന്ന റസൂലുള്ളാഹി സർട്ടിഫിക്കറ്റ് നൽകിയ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് ഈ കക്ഷി ഉണ്ടാക്കിയ ആളെ കൊല്ലാൻ വിധിച്ച ആളാണ്. അബ്ദുല്ലാഹി ഇബ്നു സബ എന്ന് പറയുന്ന ജൂതൻ. അദ്ദേഹം ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഒരു രക്ഷയില്ല. ഇസ്ലാം അടിച്ച് മുന്നോട്ട് പോവാണ്. അപ്പൊ അവരൊരു തന്ത്രം ഉണ്ടാക്കി. ഉള്ളിൽ കയറണം. പുറത്ത് എതിർത്ത് അത് നശിക്കൂല, ഉള്ളിൽ കയറണം. അങ്ങനെ അദ്ദേഹം ഉള്ളിൽ കയറി മുസ്ലിമായി അഭിനയിച്ചു. നന്നായി സംസാരിക്കാൻ കഴിയും. അങ്ങനെ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവിടുത്തെ കുടുംബത്തിന്റെയും പോരിശകൾ പറയാൻ തുടങ്ങി. അപ്പൊ എല്ലാവരും സത്യവിശ്വാസത്തിൽ ഇഷ്ടാവൂലേ? അങ്ങനെ ആളടുത്തുകൂടി. അങ്ങനെ ഏകദേശം അദ്ദേഹം പറയുന്നതൊക്കെ സ്വീകരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഈ അള്ളാന്റെ റസൂലിന്റെ കരളിന്റെ കഷ്ണമായ മോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കാൻ റസൂലുള്ളാഹി തെരഞ്ഞെടുത്തത് ആരെയാ? അലിയാരെയല്ലേ? അപ്പൊ അലിയാരെയല്ലേ ഒന്നാമത്തെ ഖലീഫ ആക്കേണ്ടിയിരുന്നത്? ബാക്കി 3 ആൾക്കാർ പിടിച്ചെടുത്തതാണ്. ഓരോറ്റ സഹാബിയെ വിശ്വസിച്ചില്ല. എല്ലാരും പിരിഞ്ഞുപോയി. കാരണം അവർ കണ്ടിട്ടുണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുക്കുന്ന രംഗം അവർ കണ്ടിട്ടുണ്ട്. അത് പിടിച്ചെടുത്തതല്ല, കരഞ്ഞുകൊണ്ടാണ് ഏറ്റെടുത്തത്. ഉമർ ഖത്താബിന്റെയും മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവരുടെ ഒക്കെ ചരിത്രം അവർക്കറിയാം. ആരെയും കിട്ടിയില്ല. ദൗത്യം തൽക്കാലം അവസാനിപ്പിച്ചു. പക്ഷെ ജൂതന്മാര് നിർത്തിയില്ല. അദ്ദേഹം വീണ്ടും തന്റെ പരിശ്രമങ്ങൾ തുടർന്നു. അങ്ങനെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇയാളെ കൊല്ലാൻ വിധിച്ചു. ആരെ? ഷിയത്തു അലി എന്ന കക്ഷിണ്ടാക്കിയ വ്യക്തിയെ, അബ്ദുല്ലാഹി ഇബ്നു സബയിനെ വധിക്കാൻ വിധിച്ചു. ആളുകൾ ഇടപെട്ടു. അമീറുൽ മുഅ്മിനീൻ കൊല്ലണ്ട, ശല്യം ഒഴിവായപ്പോരെ, നമുക്ക് നാട് കടത്താം. അങ്ങനെ നാട് കടത്തി. നാട് കടത്തിയ സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞു, കണ്ടോ, ഞാൻ പറഞ്ഞത് കൃത്യമായി. അലിയാർക്ക് ജീവിപ്പിക്കാൻ കഴിയും, മരിപ്പിക്കാൻ എന്നെ ജീവിപ്പിച്ചിരിക്കുന്നു. എന്നെ കൊല്ലാൻ വിധിച്ചതല്ലേ? വീണത് വിദ്യയാക്കി. അവിടുന്ന് അദ്ദേഹം ഒരു കക്ഷി ഉണ്ടാക്കി. ആ കക്ഷിയുടെ പേരാണ് ഷിഅത്തു അലി. ആദ്യം മനസ്സിലാക്കണം, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനതുമായ ഒരു ബന്ധവുമില്ല എന്ന് മാത്രല്ല, മഹാനവർ കൊല്ലാൻ വിധിച്ച വ്യക്തിയാണ്. അതുണ്ടാക്കിയ അബ്ദുല്ലാഹി ഇബ്നു സബ എന്ന് പറയുന്ന വ്യക്തിയെ അവരുണ്ടാക്കിയ ആ കക്ഷിയാണ് നാട്ടിൽ ഇസ്ലാമിനെ നശിപ്പിക്കാൻ ജൂതന്മാരുടെ ആ പ്രവർത്തനങ്ങൾ ഇസ്ലാമിന്റെ കുപ്പായമിട്ട് മുസ്ലിം സമുദായത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിലൂടെ മുസ്ലിം സമൂഹത്തിലേക്ക് കടന്നു വന്ന പുത്തനാചാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർത്ത്ഡേ കഴിക്കുക എന്ന ഏർപ്പാട്. അതുകൊണ്ട് ഇസ്ലാമിൽ യാതൊരു തെളിവും അതിനില്ല. നോക്കൂ സഹോദരി സഹോദരന്മാരെ, ഇസ്ലാമിൽ ജുമുഅ ദിവസം എന്താ ചെയ്യേണ്ടത്?
ഒരു വ്യക്തി ജുമാ ദിവസം എന്ത് ചെയ്യണം? സെർച്ച് ചെയ്ത് അപ്പ കിട്ടും. ജുമാ ദിവസം കുളിക്കണം, പുരുഷന്മാര് സുഗന്ധദ്രവ്യങ്ങൾ പൂശണം, സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യണം, റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം, കഴിയുമെങ്കിൽ വെള്ള വസ്ത്രം തന്നെ ധരിക്കാൻ ശ്രമിക്കണം, പള്ളിയിലേക്ക് നേരത്തെ എത്തണം, ആദ്യമെത്തിയവർക്ക് കൂലി ഇത്രയാണ്. ജുമാ നടക്കുമ്പോൾ എല്ലാം കാണാൻ പറ്റും. ബലി പെരുന്നാൾ വന്നു. ബലി പെരുന്നാളിന് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് കാണാൻ പറ്റും. അന്ന് ഭക്ഷണം കഴിക്കാതെയാണ് ഈദ്ഗാഹിലേക്ക് പള്ളിയിലേക്ക് പോകാൻ നല്ലത്. തക്ബീർ തുടങ്ങിക്കഴിഞ്ഞാൽ അയ്യാമുത്ത ശരീക്കിന്റെ ദുൽഹജ്ജ് 13 അസർ വരെ ചെല്ലാം. പുതിയ വസ്ത്രങ്ങൾ ധരിക്കണം, ബലിമൃഗത്തെ അറക്കണം. ഇനി ചെറിയ പെരുന്നാളാണെങ്കിലോ ഭക്ഷണം കഴിച്ചോണ്ടാ പള്ളിയിലേക്ക് പോകേണ്ടത്. തക്ബീർ പള്ളിയിലെ നിസ്കാരത്തോടുകൂടി അവസാനിച്ചു, ഈദ്ഗാഹോടുകൂടി അവസാനിച്ചു. 2 റക്അത്ത് നമസ്കാരമുണ്ട്. ഒന്നതിൽ 5ഉം രണ്ടാമത്തതിൽ 7ഉം, ഒന്നാമത്തതിൽ 7ഉം രണ്ടാമത്തിൽ 5ഉം ചെല്ലണം. ശരി, സ്റ്റോപ്പ്. നബിദിനത്തിന്റെ സുന്നത്തുകൾ എന്തൊക്കെയാണ്? നബിദിനത്തിന് എന്താ ചെയ്യേണ്ടത്? പറയൂ. 1 2 പറയൂ. എവിടെയും അത് ഓരോരുത്തർക്ക് തോന്നുന്നത് പോലെ, ഓരോ നാട്ടിലുള്ളതുപോലെ. നമ്മൾ പള്ളിയിൽ സുബഹിക്കാട്ട് തുടങ്ങില്ലേ, അവിടെ പള്ളിയിൽ. വേറെ ചില സ്ഥലത്ത് മദ്രസ കുട്ടിക്ക് മാത്രം, വേറെ ചില സ്ഥലത്ത് റബീഉൽ അവ്വൽ തുടങ്ങുന്നതിന് മുമ്പ് തുടങ്ങിക്കഴിഞ്ഞു, വേറെ സ്ഥലത്ത് സമ്മേളനം. ഒരു രൂപവുമില്ല. അപ്പൊ ഇസ്ലാമിൽ ഒരാചാരം, ഇസ്ലാമിലുള്ള ഒരു ആചാരമാണെങ്കിൽ അതിന് വ്യക്തവും കൃത്യവുമായ രൂപമുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടില്ല. ഇനി ഇതൊക്കെ എത്ര കാര്യമായിട്ട് പറയണം? ചെയ്യുന്ന ആൾക്കാർ അങ്ങോട്ട് ചെയ്തോട്ടെ, ഒരു പ്രശ്നേ ഉള്ളതിന്. റസൂലുള്ളാഹി പഠിപ്പിച്ചു, കുല്ലു ബിദ്അത്തിൻ ദലാല. എന്താ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ? പുത്തനാചാരം, പുണ്യം കിട്ടുമെന്ന ഉദ്ദേശ്യത്തോടുകൂടി ദീനിൽ പുതിയ ആചാരങ്ങൾ ഉണ്ടാക്കുന്നതിനാണ് ബിദ്അത്ത് എന്ന് പറയുക. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് വിമാനമുണ്ടോ? സംസാരിക്കരുത്. ജുമ നടക്കുമ്പോൾ സംസാരിച്ചാൽ ജുമയുടെ കൂലി നഷ്ടപ്പെടും. മോനെ ശ്രദ്ധിക്കും. അപ്പോ എല്ലാരോടും പറയണം, ജുമ നടക്കുമ്പോൾ നമ്മൾ സംസാരിച്ചാൽ നമ്മുടെ കൂലി നഷ്ടപ്പെടും. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് മാത്രം. നബിന്റെ കാലത്ത് വിമാനമുണ്ടോ? ഇന്നത്തെ കാലത്ത് വിമാനല്ലേ? അപ്പൊ ബിദ്അത്തല്ലേ? റസൂലിന്റെ കാലത്ത് നമ്മൾ ഇപ്പോൾ ധരിക്കുന്ന പോലെ ഡ്രസ്സുണ്ടോ? ഇല്ല. അത് പുതിയതല്ലേ? അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒട്ടകപ്പുറത്തേക്ക് കയറിയപ്പോൾ എന്താണോ ചൊല്ലിയത് അത് തന്നെയാണ് വിമാനത്തിലേക്ക് കയറും. ദീനിൽ മാറ്റല്ല. ഒട്ടകവും കുതിരയും സംവിധാനമൊക്കെ മാറി, കാറും അതേപോലെ തന്നെ ഓട്ടോറിക്ഷയും ട്രെയിനും അതുപോലെ തന്നെ വിമാനവുമായി മാറിയിട്ടുണ്ട്. പക്ഷേ ഒട്ടകപ്പുറത്തേക്ക്, കുതിരപ്പുറത്തേക്ക് കയറുമ്പോൾ ചൊല്ലേണ്ട അൽഹംദുലില്ലാഹ് 3 പ്രാവശ്യം, അല്ലാഹു അക്ബർ 3 പ്രാവശ്യം, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അതിൽ മാറ്റമില്ല. ദുനിയാവ് മാറും, പക്ഷെ ദീനിൽ ഒരു മാറ്റവുമില്ല. അപ്പൊ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പുണ്യം കിട്ടുമെന്ന ഉദ്ദേശ്യത്തോടുകൂടി ദീനിൽ പുതിയ ആചാരം ഉണ്ടാക്കുക. നിങ്ങൾ ഈ റബീഉൽ അവ്വലിൽ മൗലൂദ് പാരായണം ചെയ്യുന്ന ആളോട് എന്തേ കഴിച്ചിലായി പോണ്ടേ, അള്ളാന്റെ റസൂലിന്റെ പിരിശം കിട്ടണ്ടേ? അതാണ് വിഷയം. പരലോകത്തിന് അതിനാണ് ദീനി ഏർപ്പാട് എന്ന് പറയുക. എന്നാൽ ആ കാര്യം നോക്കൂ, നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ പറയുന്നത് ഷാഫി മദ്ഹബാണ്. മഹാനായ ഷാഫി ഇമാമിന്റെ ഒരരവരി നിങ്ങൾ ലോകത്ത് ആരോട് ചോദിച്ചു നോക്കൂ, അദ്ദേഹത്തിന് നബിദിനം പരിചയമേ ഇല്ല. അത് അദ്ദേഹം പഠിപ്പിച്ചിട്ടേയില്ല. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് പുത്തനാചാരമാണ്. അത് ചെയ്താൽ കുല്ലു ബിദ്അത്തിൻ ദലാല, പുണ്യം കിട്ടുമെന്ന ഉദ്ദേശത്തോടുകൂടി ദീനിൽ പുതുതായി കൊണ്ടുവരുന്ന എല്ലാ കാര്യങ്ങളും ദലാല, അത് വഴികേടാണ്. നിസ്കരിച്ച് നരകത്ത് പോവാ, സലാത്ത് ചൊല്ലി നരകത്ത് പോവാ, നോമ്പ് നോറ്റ് നരകത്ത് പോവാ. അതാണ് കുല്ലു ബിദ്അത്തിൻ ദലാല. പുണ്യം കിട്ടുമെന്ന ഉദ്ദേശ്യത്തോടുകൂടി ദീനിൽ പുതുതായി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ വഴികേടാണ്. വകുല്ലു ദലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴികേടും നരകത്തിലേക്കാണ്. അതാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, നാം നന്നായി ശ്രദ്ധിക്കണം. അതുകൊണ്ട് ദീൻ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിൽ ബോധമുള്ള ഓരോ സമയത്തും അവിടുത്തെ ഇത്തിബാ ചെയ്യുക, അതിന് നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ സഫ് ഒന്ന് ശരിയാക്കണം.
ചില സ്ഥലത്തൊക്കെ ഒഴിവ് കാണും, നേരെ ഇരുന്നിട്ട്. ഈ ഊരവേദന ഇല്ലാത്ത ആൾക്കാർ ചാരിയിരിക്കരുത്. ഊരവേദന ഉള്ള ആൾക്കാർക്ക് ചാരിയിരുന്നേ പറ്റുള്ളൂ. എല്ലാവരും ഒന്ന് മുന്നോട്ടിരിക്കുക, സഫുകൾ ശരിയാക്കണം. കാരണം മലക്കുകളുടെ ദുആ ലഭിക്കുന്ന വളരെ വിശിഷ്ടമായ ഒരു സദസ്സാണ്. സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും മഹത്തരമായ ദിവസമാണ് വെള്ളിയാഴ്ച. അതുകൊണ്ട് നമുക്ക് എത്ര വെള്ളിയാഴ്ച ജീവിതത്തിൽ കിട്ടും നമുക്ക് ആർക്കും അറിയില്ല. ആ കിട്ടുന്ന വെള്ളിയാഴ്ചകൾ നമുക്ക് നമ്മുടെ പരലോകത്തേക്ക് സമ്പാദ്യമാകണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരി സഹോദരന്മാരെ, ഈ പുത്തനാചാരത്തിൽ ശിർക്കുമുണ്ട്. ഇസ്ലാമിലേക്ക് പുതുതായൊരു ആചാരം കൊണ്ടുവന്നാൽ അതിന് ബിദ്അത്ത് എന്ന് പറയും. ഈ ബിദ്അത്താകുന്ന പുത്തനാചാരമാകുന്ന നബിദിനാഘോഷത്തിൽ അതുമായി ബന്ധപ്പെട്ട് ശിർക്കുമുണ്ട്. നമ്മുടെ നാട്ടിൽ മൗലിദ് കിതാബുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കപ്പെട്ട ഒട്ടേറെ ഗ്രന്ഥങ്ങളുണ്ട്. ഒരൊറ്റ ഗ്രന്ഥത്തിനും 14 നൂറ്റാണ്ടിന്റെ പഴക്കമില്ല, 13 നൂറ്റാണ്ടിന്റെ പഴക്കമില്ല, 10 നൂറ്റാണ്ടിന്റെ പഴക്കമില്ല, 3 4 നൂറ്റാണ്ടിന്റെ പഴക്കം മാത്രം. നമ്മുടെ വീടുകളിലും നമ്മുടെ നാടുകളിലും കാണുന്ന മൗലിദ് കിതാബുകൾ എല്ലാം എടുത്തോളൂ, അതിനെല്ലാം ചുരുങ്ങിയത് 3 4 നൂറ്റാണ്ടിന്റെ പഴക്കം മാത്രം. റസൂലുള്ളാഹി നിന്ന് വിട്ടുപിരിഞ്ഞു പോയിട്ട് 14 നൂറ്റാണ്ട് കഴിഞ്ഞു. ആ പഴക്കത്തിലേക്ക് അതൊന്നും എത്തുകയില്ല. അത് എഴുതിയുണ്ടാക്കിയ അതിൽ പറഞ്ഞ കാര്യങ്ങളോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചതിന് നേർ എതിര്. റസൂലുള്ളാഹിയുടെ കാലത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കടന്നു വരുമ്പോ കുട്ടികൾ ഒരു പാട്ട് പാടി, വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദീം. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു നബിയുണ്ട്, ആ നബി നാളെയുള്ള കാര്യങ്ങൾ അറിയും. അപ്പൊ റസൂൽ പറഞ്ഞു നിർത്തണം. ലാ, അത് നേരത്തെ പാടിക്കൊള്ളുന്നു പറഞ്ഞു. പറഞ്ഞാൽ എന്നിട്ട് പിന്നെ ഉദ്ധരിച്ചു, വൈ പറയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. എന്നാൽ റസൂലുള്ളാഹിയുടെ മദ്ഹ് പറയുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ കണ്ണൂർ ജില്ലയിൽ ധാരാളം ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹിയെ ആരാധിച്ചു, റസൂലുള്ളാഹിയെ പൂജിച്ചു. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൈ പറയുമെന്ന ഒട്ടേറെ കാവ്യങ്ങൾ അവർ അവിടെ പാരായണം ചെയ്തു. മുന്നിലിരിക്കുന്ന പാവങ്ങൾ വിചാരിച്ചത് റസൂലുള്ളാഹിയുടെ മദ്ഹ് പറയുകയാണ് എന്നാണ്. ഇർതകബതു അലൽ ഖത്താ വൈറ ഹസിരിൻ ബഅദത് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. കേൾക്കുമെന്ന് തോന്നുന്നു, വളരെ പ്രധാനപ്പെട്ട എന്തോ തോന്നില്ലേ? അർത്ഥം എന്താ? പാപങ്ങളാകുന്ന വാഹനത്തിലാണ് മുഹമ്മദ് നബിയെ ഞങ്ങൾ സഞ്ചരിക്കുന്നത്. ആ പാപങ്ങളെ കുറിച്ച് ഞങ്ങൾ ആവലാതി ബോധിപ്പിക്കുന്നത് അങ്ങയോടാകുന്നു. ഇസ്ലാം പൊളിച്ചു. നിസ്കരിച്ച ഉടനെ എന്താ പറയാ? അസ്തഗ്ഫിറുല്ലാഹ് 3 പ്രാവശ്യം. നിസ്കരിച്ച ഉടനെ ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടണം. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. ഖുർആൻ പറയാണ്, പാപങ്ങൾ പൊറുക്കാൻ അല്ലാഹു അല്ലാതെ മറ്റാരുണ്ട്? മൗലിദിൽ പറയുന്നു, അൻത ഗഫാറുൽ ഖത്തായ വദ്ദുനൂബിൽ മുബിഖാതി. പാപങ്ങൾ പൊറുക്കുന്ന മുഹമ്മദ് നബിയേ, റസൂലുള്ളാഹിയോട്. എന്നാൽ ഇത് ചൊല്ലുന്ന പാവപ്പെട്ടവർക്ക് അറിയുമോ ഞാൻ ഈ ചൊല്ലുന്നത് റസൂലുള്ളാഹിയെ ആരാധിക്കുകയാണെന്ന്? റസൂലുള്ളാഹിയെ പൂജിക്കാൻ അവർക്കറിയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, വലിയ അപകടങ്ങളാണ് റസൂലുള്ളാഹിയെ ആരാധിക്കുന്ന, റസൂലുള്ളാഹിയെ പൂജിക്കുന്ന, റസൂലുള്ളാഹിയോട് പ്രാർത്ഥിക്കുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് പൊളിഞ്ഞു പോകുന്ന ഒട്ടേറെ പദങ്ങളും ഒട്ടേറെ വാചകങ്ങളും മൗലിദ് കിതാബിൽ നമുക്ക് കാണാം. വിശുദ്ധ ഖുർആൻ 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 101-ാമത്തെ ആയത്തിൽ റസൂലുള്ളാഹിയോട് പറയാണ്, വമിമ്മൻ ഹൗലകും മിനൽ അറാബി മുനാഫിഖൂൻ വമിൻ അഹ്ലിൽ മദീന. മുഹമ്മദ് നബിയെ, അങ്ങക്ക് ചുറ്റും കൂടിയിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ മുനാഫിക്കുകളുണ്ട്, കപട വിശ്വാസികളുണ്ട്. വമിൻ അഹ്ലിൽ മദീന, മദീനക്കാരുടെ കൂട്ടത്തിലും കപട വിശ്വാസികളുണ്ട്. അടുത്ത വാചകം കേട്ടോളൂ, ലാ തഅലമുഹും, അങ്ങേക്ക് അവരെ അറിയുകയില്ല. മക്കയിലും മദീനയും നിങ്ങളെ ചുറ്റും കൂടി ഇങ്ങനെ തലാട്ട, ശരിയെന്നെ ശരിയെന്നെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആളായിട്ട് ഇങ്ങനെ സദസ്സിലിരിക്കുന്ന ആൾക്കാരെ കൂട്ടത്തില് മനസ്സിൽ ഈമാനില്ലാത്ത കപട വിശ്വാസികളുണ്ട്. ലാ തഅലമുഹും, അങ്ങേക്ക് അവരെ അറിയില്ല. തൊട്ടുടനെ നഹ്നു നഅലമുഹും, നമുക്കവരെ അറിയാം. റസൂലേ, നിങ്ങളുടെ ചുറ്റും കൂടിയിരുന്ന് നിങ്ങളെ പറ്റിക്കുന്ന, ഹൃദയത്തിൽ കപട വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകളെ നിങ്ങൾക്കറിയില്ല. ലാ തഅലമുഹും നഹ്നു നഅലമുഹും, നമുക്കറിയാം. എന്നിട്ട് അല്ലാഹു പറയാണ്, സനുഅദ്ദിബുഹും മർറത്തൈൻ, നാം അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കും. സാധാരണ കാഫിറുകൾക്ക് കൊടുക്കുന്നതിനേക്കാളും ഇരട്ടി ശിക്ഷ കൊടുക്കും. സുമ്മ യുറദ്ദൂന ഇലാ അദാബിൻ അലീം,
വേദനാജനകമായ വമ്പിച്ച ശിക്ഷയിലേക്ക് നാം അവരെ മടക്കുകയും സൂറത്തു തൗബ 101-ാമത്തെ ആയത്തിൽ അള്ളാഹ് നമ്മളെ കൊണ്ട് പാരായണം ചെയ്യിപ്പിക്കുകയാണ്. അള്ളാന്റെ റസൂലിന് ഹൃദയത്തിൽ അത് അറിയില്ല. കപട വിശ്വാസമായിട്ട് മുമ്പിലിരിക്കുകയാണ്. റസൂലുള്ളാഹിക്ക് മനസ്സിലാവണമെങ്കിൽ വഹി വരണം. അങ്ങനെ ചില സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ട്. വഹി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ മൊത്തത്തിൽ അറിയില്ല. ഖുർആൻ പഠിപ്പിക്കുകയാണ്. എന്നാൽ അതിപ്പോ ഭാര്യ വീട്ടുകാർക്ക് വിഷമാവും. ഇനിയിപ്പോ ഒരു മൗലിദ് മോദിയാൽ എന്താ പ്രശ്നം? ഞാൻ പിന്നെ കുടുംബത്തെ പ്രശ്നം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിന്റെ അർത്ഥം എന്താ? ഖബറിലെ പ്രശ്നം വിഷയമല്ല, പരലോകത്തെ പ്രശ്നം എനിക്ക് പ്രശ്നമല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പൊളിഞ്ഞാൽ എനിക്ക് പ്രശ്നമല്ല, കുടുംബത്തെ പ്രശ്നം ഉണ്ടാവരുത്. കുടുംബത്തിൽ നമ്മളെ പറ്റി പറയണം, അയാൾ നല്ല മനുഷ്യനാ, 5 നേരം നിസ്കരിക്കും. നമ്മുടെ കുടുംബത്തിൽ എന്ത് പ്രശ്നം മൂപ്പര മുമ്പിലുണ്ടാകും. പക്ഷെ ചില കാര്യത്തിൽ മൂപ്പരുണ്ടാവില്ല. അത് തെറ്റാന്നാ പറയുന്നത്. അങ്ങനെ പറയണം. അശ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, റബ്ബിനല്ലാതെ ഇബാദത്തുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും പാടില്ലെന്ന് ഞാൻ പറയുന്നു എന്നല്ല, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മൗലിദ് സദസ്സിൽ ഞാനുണ്ടാവില്ല, എന്റെ മക്കളുണ്ടാവില്ല. ചില ആൾക്കാർ പറയും, അല്ല ചോറുന്നോ, നിങ്ങൾ ഈ ഭോജീന മുടക്കാൻ നടക്കണം. ശിർക്കന്നെ, ചോറിലെന്ത് ശിർക്കല്ല? ഭക്ഷണത്തിൽ അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ പ്രഖ്യാപിക്കപ്പെട്ട ഭക്ഷണം നിങ്ങൾ കഴിച്ചു പോകരുത്. കഴിക്കാൻ പറ്റില്ല. കാരണം സാധാരണ ബിരിയാണി പോലെ അല്ല. ആണ്ടിന്റെ ചോറ് തിന്ന ഒരു ശരീരത്തിലൊക്കെ തോന്നും ഇങ്ങനെ പോകുന്നത് പോലെ സാധാരണ ബിരിയാണി അല്ലത്. അത് തിന്നാൻ നല്ല, എപ്പോഴും ബിരിയാണി ആൾക്കാർ കുറച്ച് കിട്ടാൻ ആഗ്രഹിക്കും, ലേഹ്യം പോലെ അല്ലേ? അപ്പൊ അതില് എന്താണ്? അത് അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ പ്രഖ്യാപിക്കപ്പെട്ട ഭക്ഷണം. നേർച്ച ഇസ്ലാമിലുണ്ട്. നേർച്ച ഇബാദത്ത് പടച്ചോനല്ലേ പറ്റുള്ളൂ. അപ്പൊ അള്ളാന്റെ റസൂലിന് വേണ്ടി നേർച്ച, ബദരീങ്ങൾക്ക് വേണ്ടി നേർച്ച, മുഹീദ്ദീൻ ഷെയ്ഖിന് വേണ്ടി നേർച്ച. ആ നേർച്ച ചോറ് അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ പ്രഖ്യാപിക്കപ്പെട്ട ഭക്ഷണം നിങ്ങൾ കഴിച്ചു പോകരുത്. ഒരു സംഭാവന കൊടുത്തേക്കാം, പ്രശ്നം വേണ്ട. അള്ളാഹ്ക്ക് മാത്രം കൊടുക്കേണ്ട ഒരു കാര്യം അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കാൻ നമ്മളെ സംഭാവനയോ? പിന്നെ കടയിൽ ഒരാൾ കയറുന്നു, നമ്മള് ഈ ഭാര്യ ഭർത്താവിന് മാത്രം കൊടുക്കണ്ട, ഭർത്താവ് ഭാര്യക്ക് മാത്രം കൊടുക്കേണ്ട കാര്യമുണ്ടല്ലോ, അത് പോരാ. എനിക്ക് വേശ്യാലത്ത് പോണം, നിങ്ങൾ അതിന്റെ ഒരു 500 റുപ്യ തരണം. ഒരു പക്ഷേ മുഖത്തടിക്കരുത് എന്നത് മറന്നുപോയ അപ്പ കിട്ടും അല്ലേ? എന്താടാ ഈ പറഞ്ഞത്? നിനക്ക് വേശ്യാവൃത്തി ചെയ്യാൻ, നിനക്ക് വ്യഭിചാരം ചെയ്യാൻ പണമോ? നമ്മുടെ കടയിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നു. അല്ലാഹ്ക്ക് മാത്രം കൊടുക്കേണ്ട ഒരു പരിപാടിയില്ലേ പ്രാർത്ഥന? അത് ഞങ്ങൾ എല്ലാരും കൂടിയിട്ട് അല്ലല്ല നബിനോട് പ്രാർത്ഥിക്കണ്ടേ? ശരി, പൈസ കൊടുക്കാൻ പറ്റുമോ സഹോദര? അള്ളാന്റെ റസൂൽ എന്താ പഠിപ്പിച്ചത്? നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കണം. നിങ്ങൾ സഹായം തേടുകയാണെങ്കിൽ അല്ലാഹുവിനോട് സഹായം തേടണം. ഇത് മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ കിതാബിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ റസൂലിനെയും ഷെയ്ഖിനെയും വിളിച്ചു പ്രാർത്ഥിക്കുക ആൾക്കാർ. അപ്പൊ അള്ളാഹ്ക്ക് മാത്രം കൊടുക്കേണ്ടത് അല്ലാത്തവർക്ക് കൊടുക്കാൻ നമ്മുടെ വകപ്പാണ്. നമ്മൾ പറയണം, എനിക്ക് അള്ളാന്റെ റസൂലിനോട് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഇത് എന്നോട് പൈസ ചോദിക്കരുത്. ആ മൗലൂദിന്റെ ചോറ് വന്നാൽ ചോറ് കൊണ്ടുവന്നാളെ ചീത്ത അറിയുന്നത്, കൊണ്ടുപോടാന്ന് പറയുന്നത്. ഗേറ്റിന്റെ പുറത്ത് മോനെ ഇരിക്കി, വെള്ളം കൊടുത്ത് മോനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നോട്. നേർച്ച ഇബാദത്തല്ല മോനെ, അത് പടച്ചോന് മാത്രമേ പറ്റൂ. ഇതാ അതുകൊണ്ട് ഒന്നും വിചാരിക്കരുതേ എന്ന് പറഞ്ഞ് തിരിച്ചയക്കാം. കുഴപ്പമൊന്നും നമുക്കത് പറ്റില്ല. നമ്മുടെ കുട്ടികളുടെ രക്തത്തിലൂടെ ശിർക്കിന്റെ ഭക്ഷണം പോകാൻ പാടില്ല. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് വളരെ ഗൗരവപൂർവ്വം സഹോദരി സഹോദരന്മാരെ, മദീന മിമ്പറിന്റെ മുകളിൽ നിന്ന് എത്ര തവണയാണ് പണ്ഡിതന്മാർ ഈ അടുത്ത വർഷങ്ങളിൽ പോലും ഈ കാര്യം ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, ഇതൊരു കക്ഷിത്വത്തിന്റെ പ്രശ്നമല്ല, ഇതൊരു സംഘടനാ പ്രശ്നമല്ല. ഇത് അള്ളാന്റെ റസൂല് പഠിപ്പിക്കാത്ത, സ്വഹാബത്ത് പഠിപ്പിക്കാത്ത ഒരു ആചാരം ദീനിലോ മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. മൗലിദിന്റെ ഫദ്ല് പറയുന്ന ഗ്രന്ഥത്തിൽ സംഗതി മുമ്പില്ലെങ്കിൽ വേണ്ട. അള്ളാന്റെ റസൂലും സഹാബത്തും പഠിപ്പിക്കാത്ത ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരേണ്ടതില്ല. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, ഈ മാസം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ കുടുംബം ശ്രദ്ധിക്കണം, നമ്മുടെ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും നമ്മൾ ഇതിന്റെ ഗൗരവം ഏറ്റു ഇന്നത്തെ ഖുതുബെങ്കിലും അവർക്കൊന്ന് കൊടുത്തേക്കുക. കാരണം നമുക്ക് അവരോട് സ്നേഹമുണ്ടെങ്കിൽ ദീനിന് വിരുദ്ധമായ കാര്യങ്ങൾ അവർ ഒരിക്കലും ചെയ്തുകൂടാതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആയുസ് കൂടുകയാണ്.
ആയുസ് കൂടുക എന്ന് പറഞ്ഞാൽ മരണത്തിലേക്ക് അടുക്കുകയാണ്. ഖബറിലേക്ക് ചില ആൾക്കാർ പറയും വയസ്സായി, ഇനിയിപ്പോ എന്ത് നോക്കാനാണ്, നേരെ തിരിച്ച വയസ്സായി അതുകൊണ്ട് തഹജ്ജുദ് ഒഴിവാൻ പറ്റൂല, വയസ്സായി അതുകൊണ്ട് സുന്നത്ത് നിസ്കാരം ഒഴിവാൻ പറ്റൂല, വയസ്സായി അതുകൊണ്ട് ഫോണിൽ കളിച്ച് കുത്തിരിക്കാൻ പറ്റൂല, എനിക്ക് ഖുർആൻ ഓതണം, ദിക്ർ ചൊല്ലണം, എനിക്ക് എന്റെ മോനെയും കൂട്ടി കുടുംബക്കാരെ സന്ദർശിക്കണം. അങ്ങനെ നമുക്ക് ആയുസ് കൂടുമ്പോൾ ദീൻ നമ്മുടെ കൂട്ടത്ത് വർദ്ധിച്ചു വരണം. ആയുസ് കൂടുന്തോറും ദീൻ വർദ്ധിക്കണം. നേരത്തെ സുന്നത്ത് നിസ്കാരം ശ്രദ്ധിക്കാറില്ലായിരുന്നു. 2026 അൽഹംദുലില്ലാഹ് സുന്നത്തൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. 2025 എനിക്ക് രാത്രി നിസ്കാരം ശീലമില്ലായിരുന്നു. അൽഹംദുലില്ലാഹ് 2026 രാത്രി നിസ്കാരം തുടങ്ങി. ഞാൻ ഉമ്മനെയും ബാപ്പനെയും തീരെ ശ്രദ്ധിച്ചില്ല. അൽഹംദുലില്ലാഹ് എനിക്ക് അതിന്റെ ഗൗരവം മനസ്സിലായി. ഉമ്മാനെയും ബാപ്പനെയും വെറുപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്യാറില്ല. ഞാൻ മക്കളോട് ചെറിയൊരു വിവേചനം കാണിക്കണം, ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ എന്റെ മക്കളോട് വിവേചനം കാണിക്കാറില്ല. ഇങ്ങനെ നമ്മുടെ പ്രായം കൂടുന്തോറും നമ്മുടെ അടുത്തുള്ള അബദ്ധങ്ങൾ സുബദ്ധങ്ങളായി മാറണം, ശരികൾ കൂടണം, തെറ്റുകൾ കുറയണം. സഹോദരി സഹോദരന്മാരെ, അതിന് നമ്മളെല്ലാവരും പരിശ്രമിക്കുക. നമ്മുടെ ഈ പള്ളി നമുക്കറിയാം, വർഷങ്ങളായി ഈ കുറുവയിലെ ഈ സെന്ററിൽ ഈ പള്ളി ഇവിടെയുണ്ട്. ഇത് നമുക്കറിയാം, ഇത് വഖഫാണ്. ഒരു കുടുംബം വഖഫ് ചെയ്ത് പടച്ചോന്റെ മാർഗത്തിലേക്ക് ആ കുടുംബത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ എല്ലാ വിഷമങ്ങളും റബ്ബ് തീർത്തു കൊടുക്കുമാറാകട്ടെ. അതോടൊപ്പം സഹോദരി സഹോദരന്മാരെ, അവരോടുകൂടി ആലോചിച്ചുകൊണ്ട് നമുക്കൊരു സന്തോഷ വാർത്തയുണ്ട്. ഈ പള്ളിയും മദ്രസയും മുന്നോട്ട് പോകുന്നതിന് ഇനി നമ്മളെല്ലാവരും സാമ്പത്തികമായി കൂടി പങ്കുവഹിക്കാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയും മറ്റ് പ്രദേശത്ത് സഹായിക്കേണ്ട സന്ദർഭങ്ങൾ ഇല്ലാത്ത സന്ദർഭങ്ങളിൽ നമ്മളെല്ലാവരും കൈയഴിച്ച് സംഭാവന ചെയ്യുക. ബഹ്ജ എന്ന് പറഞ്ഞ പ്രീ മദ്രസ അഡ്മിഷൻ കൊടുക്കാൻ പറ്റാത്ത തരത്തിലേക്ക് കുട്ടികൾ വർദ്ധിച്ചു കഴിഞ്ഞു. അതും ഈ പള്ളിയും കാര്യങ്ങളും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അതിൽ പങ്കുവഹിക്കാം. ഇന്നൊരു തുടക്കമാകട്ടെ. നമ്മുടെ പേഴ്സിനെ ബാധിക്കുന്ന, നമ്മുടെ അക്കൗണ്ടിനെ ബാധിക്കുന്ന ഒരു സംഖ്യ, ഒരു ഉദ്ഘാടനം എന്ന നിലക്ക് നമ്മൾ ഇന്ന് സംഭാവന ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ മാർഗത്തിൽ മരണം വരെ പരിശ്രമിക്കുന്ന വിശ്വാസിനികളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കുന്ന യഥാർത്ഥ വിശ്വാസിനികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. റസൂലുള്ളാഹിയെ ആരാധിക്കുന്ന, അവിടുത്തോട് പ്രാർത്ഥിക്കുന്ന, അവിടുത്തെ പേരിൽ പുത്തൻ ആചാരങ്ങൾ കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി കൊടുക്കാനുള്ള കാരണക്കാരായി അള്ളാഹു നമ്മെ മാറ്റുമാറാകട്ടെ. ബിദ്അത്തിനെ തകർക്കാനും സുന്നത്തിനെ ജീവിപ്പിക്കുവാനും ഉള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണത്തിന്റെ സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മക്കളും ഇണകളും നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാക്കി, ഇണകളാക്കി അള്ളാഹു മാറ്റുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന പലരുമുണ്ട്. അള്ളാഹുവേ, ആ കടങ്ങളിൽ നിന്നും മരണത്തിനും പൂർണ്ണമായി മുക്തമാകാനുള്ള വഴികൾ നീ ആ കടക്കാർക്ക് ഓരോരുത്തർക്കും കാണിച്ചു കൊടുക്കണമേ. അള്ളാഹുവേ, ഞങ്ങളുടെ ഉറ്റവരും ഉടയവരുമായ പലരും ഖബറിലാണ്. ഈ വെള്ളിയാഴ്ചയാകുന്ന മഹത്തായ ഈ പുണ്യ ദിവസത്തിൽ പ്രാർത്ഥിക്കുന്നു റബ്ബേ, അവരുടെ ഖബറുകൾ വിശാലമാക്കി കൊടുക്കണമേ. അവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് ചേർക്കണമേ. രോഗികളായ പലരുമുണ്ട് അള്ളാഹുവേ, നീ ശിഫ നൽകണമേ. നീ അല്ലാതെ ശിഫ നൽകാൻ ആരുമില്ല. നീ ശിഫ നൽകണമേ. മാറാ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് അള്ളാഹുവേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ കാത്തു രക്ഷിക്കണമേ. അള്ളാഹുവേ, നിന്റെ ദീനിനോടുള്ള ഹുബ്ബ് ഞങ്ങളുടെ മനസ്സിൽ നീ ഇട്ടു തരണമേ. അള്ളാഹുവേ, ദീനിന് പ്രാധാന്യം നൽകുന്നവരിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത് റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.